മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാമത് വാർഷികം അതുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ശിവഗിരി മഠത്തിൻ്റെ പരിപാടിയിൽ കൊല്ലം ആശ്രാമം മൈതാനിയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. അപ്പം അതിൽ രാഹുൽ ഗാന്ധി പറയുന്നു, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ശ്രീനാരായണീയ ആശയങ്ങളുടെ പ്രചാരണാർത്ഥം ശിവഗിരി മഠങ്ങളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കാം എന്ന രീതിയിലുള്ള നിർദ്ദേശം വെക്കുന്നു. ശിവഗിരി മഠം അത് തള്ളുമോ കൊള്ളുമോ? രാഹുൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യമാണ്. കേരളത്തിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ നിർണായകമായ ഒരു മണ്ഡലമാണ് ശിവഗിരി ട്രസ്റ്റ്. ഒരു പ്രബല സമുദായം നിയന്ത്രിക്കുന്ന ഒരു ട്രസ്റ്റും പ്രത്യേകിച്ച് അവരുടെ ആധ്യാത്മിക നേതാവായ ലോകം അംഗീകരിക്കുന്ന ആ ഒരു തത്വശാസ്ത്രം, മനുഷ്യന് നന്നായാൽ മതി എന്നുള്ള തത്വശാസ്ത്രം മുന്നോട്ട് വച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. അപ്പോൾ ആ ശ്രീനാരായണീയ ഭക്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ കുറച്ചുകൂടി കോൺഗ്രസ് രക്ഷപ്പെടുമോ എന്നൊരു ചിന്ത രാഹുലിനുണ്ടായിരിക്കാം. ആ ഒരു സന്ദർശനമായിരിക്കും ബഹുമാനപ്പെട്ട സ്വാമി സച്ചിദാനന്ദയുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ രാഹുൽജി വെച്ചത് വ്യക്തമായിട്ട് ചില പത്രങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. എവിടെയൊക്കെയാണോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം, അവിടെയെല്ലാം ശ്രീനാരായണീയ ആശയങ്ങൾക്കും അവരുടെ വർണ്ണാശ്രമങ്ങൾക്കും വേണ്ട നടപടികൾ, ഉദാഹരണം രേവന്ത് റെഡ്ഡി ഭരിക്കുന്നു, ഹിമാചൽ ഭരിക്കുന്നു, തെലങ്കാന, ഹിമാചൽ തുടങ്ങിയ കർണാടക, ബാംഗ്ലൂർ, മൈസൂർ തുടങ്ങിയ നഗരങ്ങളുണ്ടല്ലോ, ഇവിടെയൊക്കെ വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാം. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള നിലയിൽ എന്തേ UPA ഗവൺമെൻറ് ഇരുന്ന 10 വർഷവും അതിനു മുമ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധിയും ശ്രീമതി രാഹുൽ ഗാന്ധിയും നരസിംഹറാവുജിയും എല്ലാം ഇരുന്നപ്പോൾ ഈ പദ്ധതികൾ ചെയ്തുകൂടാ? ഇന്ന് BJPയുടെ ഗവൺമെൻറ് വളർന്നുകൊണ്ടിരിക്കുകയും കോൺഗ്രസ് ഭരിച്ച സ്ഥലങ്ങളിൽ BJP ഗവൺമെൻറ്റുകളെ മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവബോധം വന്നപ്പോൾ മാത്രമേ ഈ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിൻ്റെ ആരാധ്യനായ നേതാവായ രാഹുലിന് ഈ ചിന്ത വന്നിട്ടുള്ളൂ. കഴിഞ്ഞ 2ാം UPA ഗവൺമെൻറ്റിനകത്ത് ശിവഗിരിയെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ലോക പൈതൃക പട്ടികയിൽ കൊണ്ടുവന്ന് ഒരു ഭക്തി നിർഭരമായ ടൂറിസം കേന്ദ്രമാക്കണമെന്ന് ശിവഗിരി മഠം ആവശ്യപ്പെട്ടു. പക്ഷേ അവർ കൈക്കൊണ്ടിട്ടില്ല. അന്ന് ഏറ്റവും കൂടുതൽ ജാതി പറയുന്നതൊന്നുമല്ല, ആ സമുദായത്തിൽപ്പെട്ട മന്ത്രിമാരുണ്ടായിരുന്നു. അന്ന് നല്ല ബന്ധങ്ങളായിരുന്നു കോൺഗ്രസ്സിന്. ബഹുഭൂരിപക്ഷം വരുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA-മാർ ആ സമുദായത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. ചെയ്തില്ല. പക്ഷേ വീണ്ടും കോൺഗ്രസ് വരും എന്നൊരു ധാരണ കോൺഗ്രസ്സുകാർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും അതിൻ്റെ ലീഡർമാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അപ്രത്യക്ഷമായി പോയി. ജനം വിപരീത ഫലം ആയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്ന നാൾ മുതൽ ശിവഗിരിയുടെ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ളത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ, അവിടുത്തെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിനും ടൂറിസം പദ്ധതിക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തിട്ടുള്ള 220 പരം കോടി രൂപയുടെ ഡെവലപ്മെൻറ്റിന് പ്രത്യേക ബഡ്ജറ്റായിട്ട് നരേന്ദ്രമോദിയുടെ ആ ഒരു അംഗീകാരത്തിൽ ശിവഗിരിക്ക് കൊടുത്തു. താങ്കൾ ഓർമ്മ കാണുമായിരിക്കും, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശിവഗിരിയുടെ മതസമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ മുഖ്യമന്ത്രി വന്നപ്പോൾ അടുത്ത കസേരയിൽ ഇരിക്കുവാൻ ഒറ്റ നേതാക്കളും തയ്യാറായില്ല. വലിയ വാർത്തയായിരുന്നു. വളരെ വാർത്തയും. അദ്ദേഹത്തെ ആ സമയത്ത് ഈ വാർത്ത കണ്ടതിന് ശേഷമാണ് അമേരിക്കയിൽ മോഡിയുടെ ആ ലോക ഗുജറാത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ അമേരിക്കയുടെ ക്ഷണം വിസ നിഷേധിച്ചത്. ഇന്ന് അമേരിക്കയുടെ ട്രംപ് ഏറ്റവും വലിയ ചങ്ങാതി എന്ന് പറയുന്നു. അപ്പം കാലം കൊടുത്ത കാവ്യനീതിയല്ലേ? ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്. എന്താ അദ്ദേഹം ഗുജറാത്തിൽ നടന്ന ലഹളയിൽ, ഗോദ്രയിൽ നടന്നതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട്. അത് ബഹുമാനപ്പെട്ട നാനാവതി കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന മോഡിജിക്ക് അവിടെ ഒന്നുമല്ല. പക്ഷേ ഈ അന്വേഷണ കമ്മീഷനുകളും അന്ന് കോൺഗ്രസ് ഇറക്കിയ സിനിമകളെല്ലാം മുസ്ലിം സഹോദരങ്ങളെ കർസേവകർ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞ് സിനിമകൾ ഇറക്കി. മോഡിയെ വൾഗറായിട്ട് ചിത്രീകരിച്ചു. തിരിച്ചുള്ള സിനിമയും ഇറങ്ങി, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്തേ ആ ഗോത്ര കലാപത്തിൻ്റെ ട്രെയിനിൽ കർസേവകർ തീയിട്ടു എന്ന് പറഞ്ഞു, അതുണ്ടായ കാരണം സിനിമയിൽ പ്രതിപാദിക്കുന്നില്ല. അത് താങ്കളൊന്ന് ചിന്തിക്കണം.
ചുമ്മാ പോണ ഒരാളെ ആരെങ്കിലും മണ്ണെണ്ണ ഒഴിച്ച് തീയിടുമോ? അപ്പോൾ അതിൻ്റെ പിന്നിൽ വന്ന ചേതോവികാരം എന്തുകൊണ്ട് ചിത്രീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ കർഷകരെ ഉപദ്രവിച്ചതും ആ കടയിൽ നിന്ന് സാധനം ചോദിച്ചപ്പോൾ വംശീയ ലഹളകളായിട്ട് തീവ്രവാദികൾ വന്ന് കർഷകരെ ആക്രമിച്ചത്? അത് പറയുന്നില്ല. ആ ഒറ്റ കാരണത്തിൽ കേരളത്തിലുള്ള അർബൻ ഇസ്ലാമിസ്റ്റുകൾ, എല്ലാവരെയും കുറ്റം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, തീവ്രവാദത്തിലുള്ളവരും ഇടതുപക്ഷവും ചേർന്നുകൊണ്ട് മോഡിയെ, നരേന്ദ്രമോദി എന്നുള്ളതിനെ നരഭോജി എന്ന് മുദ്രകുത്തി. അതിനുശേഷം മോഡിജിയുടെ മനസ്സിൽ കുറിച്ചിട്ടു, എൻ്റെ അടുത്തിരിക്കുവാൻ കേരള മുഖ്യമന്ത്രി വന്നില്ല, അന്നുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് വന്നിട്ടില്ല, ഈ ശിവഗിരിയെ ഒരു പുണ്യ നഗരമായി പ്രഖ്യാപിക്കും. ഇന്ന് അറിയുവാൻ കഴിയുന്നത് തിരുവനന്തപുരം സിറ്റി ഉൾപ്പെടുന്ന ഈ നഗരത്തെ ലോക പൈതൃക പട്ടിക, യുനെസ്കോ പട്ടികയിൽ കൊണ്ടുവരുവാൻ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ശിവഗിരി മഠം, അതുപോലെ താങ്കൾ സൂചിപ്പിച്ച പോലെ ചട്ടമ്പിസ്വാമി, ഗുരുദേവൻ, ഗാന്ധിജി എന്നിവർ സംയുക്തമായിട്ട് സംഘടിപ്പിച്ച ചെമ്പഴന്തി. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന പട്ടണം ഒരു സാംസ്കാരിക നവോത്ഥാന മണ്ഡലത്തിൻ്റെ പട്ടണമാണ്. പക്ഷെ ഇവിടെ ഈ മോദിജിയുടെ ഈ ഇടപെടൽ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ദേശീയ തലത്തിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി സംസ്ഥാന രാഷ്ട്രീയത്തിലല്ലേ കുറെ കൂടി ഫലപ്രദമാവുക. കാരണം ഈ ഈഴവ സമുദായത്തിന്റെ അടങ്കൽ അവകാശം ഏറ്റെടുത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ കഴിഞ്ഞിട്ടല്ലാതെ മറ്റാരുമില്ല എന്നൊരു നിലപാടെടുക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോ ഇവിടെ രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ ഉദ്ദേശിച്ച് ശിവഗിരി മഠത്തെ സന്തോഷിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുക വഴി ഈഴവ സമുദായത്തെ സന്തോഷിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന വാസ്തവത്തിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ സംസ്ഥാന തലത്തിലുള്ള അവരുടെ ആ വോട്ട് ബാങ്ക് അത് കോൺഗ്രസിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ്. തീർച്ചയായിട്ടും അതാണ് അടൂർ പ്രകാശിനെയും ബാക്കിയുള്ളവരെയും ശിവഗിരിയിൽ നിരന്തരം വിടുന്നത്. അതാണ് കോൺഗ്രസിന് ഈഴവ സമുദായം കോൺഗ്രസിൽ നിന്ന് അടർന്നു പോകുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം വീണ്ടെടുക്കണം. അതിനുവേണ്ടിയാണ് സച്ചിദാനന്ദ സ്വാമിജികളെ പോലും പോയി അവിടെ ഇരുന്ന് സ്വാമിജിയുടെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞ് വരുന്നത് പുള്ളി വെയിറ്റ് ചെയ്തു. ഇനി ആകെ കോൺഗ്രസിനുള്ള കച്ചിത്തുരുമ്പ് കേരളമാണ്. ഈ കേരളവും കൂടി കോൺഗ്രസിന് ഭരണം കിട്ടിയില്ല എങ്കിൽ AICCയുടെ നേതാക്കൾക്ക് യാത്ര ചെയ്യുവാൻ ഫ്ലൈറ്റ് ടിക്കറ്റിനോ റൂം വാടകയ്ക്കോ കൊടുക്കുവാൻ പൈസയില്ല. അത് KC തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പൈസയില്ല. അവർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി 8-10 കോടി രൂപ വാങ്ങിക്കും. അത് വേറെ അവരുടെ കുടുംബകാര്യത്തിന്. ഇപ്പോൾ അടൂർ മറ്റേ കൊടിക്കുന്ന് സുരേഷിൻ്റെ പേരിൽ അഴിമതി ആരോപണം ഹരിയാനയുടെ ഒരു MP എന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് MLA സീറ്റിന് വേണ്ടി. KCക്ക് ഇത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഓപ്പണായിട്ട് ഡൽഹി പത്രസമ്മേളനം ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് കേരളത്തിലെങ്കിലും ഇനി അധികാരം കിട്ടിയില്ല എങ്കിൽ ഈ പാർട്ടി പിരിച്ചുവിട്ട് രാഹുൽ വിദേശത്ത് പോകേണ്ടി വരും. ആ ഒരു ഗതി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമിയെ കാണുന്നതും ശിവഗിരി ട്രസ്റ്റ് അംഗങ്ങളെ കാണുന്നതും. എന്തുകൊണ്ട് അവരുടെ കയ്യിൽ ഭരണം ഉണ്ടായിരുന്നപ്പോൾ ശിവഗിരിയിൽ ഈ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നില്ല? അത് സ്വാമിയുടെ വേറൊരു സ്വാമിജി തന്നെ അത് ചോദിച്ചിട്ടുണ്ട്. ഭരണം ഇരുന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്തവർ ഭരണം കിട്ടുവാൻ വേണ്ടി വീണ്ടും വരുന്നത് എന്തേന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ആധ്യാത്മികയിൽ സ്വാമിമാരായതുകൊണ്ട് കൂടുതൽ പൊളിറ്റിക് പറയുന്നില്ല. അവരുടെ ആന്തരികമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് സ്വാമിമാരുടെ കാണുമ്പോൾ ഇനി ഒരു കോൺഗ്രസ് പിന്തുണയ്ക്ക് പോകുമെന്ന് ഒരു അരിയാഹാരം കഴിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് അറിയാൻ കഴിയും. കാരണം AK ആൻ്റണി ഇരുന്നപ്പോൾ ശിവഗിരിയിൽ നടന്ന സംഭവങ്ങൾ ഒരിക്കലും സ്വാമിമാർ മറക്കുമെന്ന് തോന്നുന്നില്ല. താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ആ രീതിയിൽ AK ആൻ്റണി നമ്മുടെ ശിവഗിരിയെ ദ്രോഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മതന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ SNDP പറഞ്ഞ കാര്യങ്ങൾ 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി തൃണവൽക്കരിച്ച് കളഞ്ഞു, നടപ്പിലാക്കിയില്ല. ആ ആവശ്യം തന്നെ അവരൊരു ന്യൂനപക്ഷ പദവി കിട്ടണം എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിയെ 2 പ്രാവശ്യം 2 ടൈം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശിവഗിരി മഠം സന്ദർശിച്ചു, നടന്നിട്ടില്ല. അതിൻ്റെ പ്രത്യാഖ്യാതമാണ് നമ്മുടെ VM സുധീറിനെ പോലുള്ളവരെ ആലപ്പുഴ പരാജയപ്പെടുത്തിയത്. അവിടെ വെള്ളാപ്പള്ളിയുടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിസിനസ് രാഷ്ട്രീയം വെള്ളാപ്പള്ളിയുടെ ഉണ്ട്, അബ്കാരി. പിന്നെ കരിമണൽ ഖനനം കുത്തകയായിട്ട് ഇവർ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ആൾക്കാർ ചെയ്യുന്നത് കൊണ്ട് അതിനെതിരെ VM സുധീറിൻ്റെ പദയാത്രയും ധർണകളും ഉപവാസങ്ങളും ഉള്ളതുകൊണ്ട് സുധീറിനെ തോൽപ്പിച്ചു. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്ന ഈഴവ സമുദായത്തെ അടുപ്പിക്കുവാൻ ശ്രമിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള അരമനകളിൽ കയറി ആചാര്യന്മാരെയും സ്വാമിമാരെയും കോൺഗ്രസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്തരത്തിൽ കണ്ടാലും കേരളത്തിൽ കോൺഗ്രസ് വരികയില്ല എന്ന് അവരുടെ മനസ്സിനകത്ത് തോന്നിക്കഴിഞ്ഞു. ആ രീതിയിലുള്ള ഒരു
NDA പ്രചരണം ഇവിടെ കൊടുക്കുകയും മുഖ്യമന്ത്രിയുടെ PR വർക്ക് വഴിയുള്ള ഒരു വർക്ക് കേരളത്തിൽ നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് കോൺഗ്രസിന് ഇനി ഒരു ഭരണം കേരളത്തിൽ കിട്ടുമെന്നുള്ളത് അവർക്ക് ഒരു സംശയത്തിൻ്റെ നിഴലിലായതുകൊണ്ടാണ് ഇന്നലെ ഡൽഹിയിൽ നിന്ന് സുധാകരൻ നേതാവ് പോലും കേരളത്തിലേക്ക് വന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.